സംസ്ഥാന മദ്യത്തിന്റെയും ലഹരിയുടെയും പിടിയിലാണെന്ന് തെറ്റായ പ്രചരണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സഭയിൽ. തെറ്റായ പ്രചരണങ്ങളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നും മന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ അക്രമവാസന കൂടുന്നുവെന്നും വിഷയം ശാസ്ത്രീയമായും പഠിക്കുമെന്നും മന്ത്രി MP രാജേഷ് സഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ അത് അവസാനം മദ്യത്തിലേക്കും ലഹരിയിലേക്കും എത്തി. സംസ്ഥാനം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലാണെന്നത് തെറ്റായ പ്രചരണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ഇന്ത്യയിൽ വളരെ ശാന്തമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ മറ്റ് തെറ്റായ പ്രവണതകൾ ഇല്ലാതെ പോകാനും സാധ്യമാകുന്നൊരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് എന്നുള്ളതാണ്. അത് പൊതുവേ വിലയിരുത്താണ്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും സാർ, അത് പരിശോധിക്കുക. അങ്ങ് വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ തെറ്റായി ഇതിനെ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട് സാർ. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആകെ കുഴപ്പമാണ്, കേരളം ആകെ കുഴപ്പമാണ്, കേരളം മദ്യത്തിൻ്റെയും ലഹരിയുടെയും പിടിയിലാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില സാമൂഹ്യ ദ്രോഹികൾക്ക് സമാനമായ മനസ്സുള്ള ചിലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അങ്ങെന്തായാലും അതിലില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള പ്രചരണത്തെ നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. എന്നാൽ പൊതുവേ കേരളം ഇങ്ങനെയാണ്, കേരളമാകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ എക്സൈസ് മന്ത്രിയുടെ അഭിപ്രായം മറ്റൊന്നാണ്. സംസ്ഥാനത്ത് അക്രമങ്ങൾ പതിവാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ. ഒരു വയലൻസിന്റെ മഹത്വവൽക്കരണം ഉണ്ടായിട്ടില്ല, ഇതുപോലെ ഒരു വയലൻസിന്റെ ആഘോഷം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കൊരു സംഘടനയെ വിമർശിക്കുകയോ സംഘടനയെ കുറ്റപ്പെടുത്തുകയോ സംഘടനയെ തിരുത്തുകയോ ചെയ്യാം. ഇവിടെ ആൾക്കൂട്ടമാകെ അക്രമത്തിലേർപ്പെടുന്ന സ്ഥിതി വന്നാൽ നിങ്ങൾ ആരെയാണ് വിമർശിക്കുക, നിങ്ങൾ ആരെയാണ് തിരുത്തുക? അപ്പോൾ മറ്റൊരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു സംഘടനയ്ക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാം, ആ സംഘടനയുടെ നേതൃത്വം ഇടപെടണമെന്ന് പറയാം. ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് മന്ത്രിയുടെ മറുപടി. സർ, ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോരായ്മയുള്ളതായിട്ട് സർക്കാർ കാണുന്നില്ല. അത് ഫലപ്രദമാണ് എന്നാണ് കാണുന്നത്. കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ഏത് നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംഗം ഉൾപ്പെടെ ഏതൊരാളും നൽകുന്ന ഏത് നിർദ്ദേശവും സ്വീകരിക്കാൻ സർക്കാരിന് തുറന്ന സമീപനമാണുള്ളത്. നമുക്ക് കൂട്ടായി ചർച്ച ചെയ്ത് ഇതിനെ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാൽ അവ നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ നടപ്പാക്കുന്നതൊക്കെ ഫലപ്രദമാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം കാരണം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ മേഖലയിൽ മാത്രം ലഹരിയുടെയും മദ്യത്തിന്റെയും വിപണനവും ഉപയോഗവും നടക്കുന്നില്ല എന്ന് മേനി പറയുന്നു. ജനം, തിരുവനന്തപുരം.